മൈ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്കൊരു 10 മണിയാകുമ്പോഴേക്കും ഒരുങ്ങി ഇറക്കണം, ഓഫീസിൽ പോകണം. ഓക്കെ, സോ നമുക്കൊരു റെഡി ആവും. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അധികം ടൈമില്ല, 10 മണിയാകുമ്പോഴേക്കും ഇറങ്ങണം. സോ വേഗം ഒന്ന് മേക്കപ്പൊക്കെ ചെയ്തിട്ടേക്കാം. അൽപ്സ് ഗുഡ്നസിൻ്റെ ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് വെച്ചിട്ട് ഹെയർ ഒന്ന് കണ്ടീഷൻ ചെയ്യാൻ. എൻ്റെ ഹെയർ കുറച്ച് കേളിയായിട്ട് സെറ്റ് ചെയ്താണ് വേണ്ടിയിട്ട്. സോ ഞാൻ സ്കൈൻ ചെയ്ത് കേൾസൊന്നും ഡാമേജ് ആവാതെ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഹെയർ നല്ല ബൗൺസി ആയിട്ട് നിൽക്കുന്നുണ്ട്. ലെറ്റ്സ് ജസ്റ്റ് മോയ്സ്ചറൈസ് ഫസ്റ്റ്. ആൻഡ് എൻ്റെ കയ്യിൽ ഞാൻ റീസെൻ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ മോയ്സ്ചറൈസറൊക്കെ തീർന്നു. ആൻഡ് ദിസ് വൺ എന്ന് പറയുന്നത് ഞാൻ നാട്ടിൽ എവിടെയോ വയനാടോ അങ്ങനെ എവിടെ പോയപ്പോൾ ഒരു ലോക്കൽ ഷോപ്പിൽ കണ്ടൊരു ജെല്ല, പപ്പായ ജെല്ല. അത് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പപ്പായ ജെല്ലാണ് കേട്ടോ. നെക്സ്റ്റ് അവിടെ സൺസ്ക്രീൻ. ഞാനിവിടെ ഡോട്ട് ആൻഡ് കീൻ്റെ വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് 50 PA+. അല്ല, പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് വരുന്നത് പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കുറച്ചൊന്ന് സ്മജ് ചെയ്തെല്ലാം സെറ്റാക്കി വരുമ്പോൾ റെഡി ആവുന്നുണ്ട്. ചെറുതായിട്ടൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്. ഓക്കെ, കുറച്ച് ലിപ് ബാം ഉണ്ട്. ലിപ് ബാം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു, ബട്ട് മറന്നുപോയി. കുഴപ്പമില്ല, കുറച്ച് ലിപ് ബാം ഇടാം. ഇത് ഡെർമക്കോൻ്റെ SPF 30 ഉള്ള ലിപ് ബാം. ഓക്കെ, ഷുഗറിൻ്റെ ഈ ഒരു സെറ്റിംഗ് പൗഡർ, ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് കേട്ടോ അത്. ഇത് നമുക്ക് ഞാൻ അധികം യൂസ് ചെയ്യുന്നത്, എനിക്ക് കണ്ണിൻ്റെ മേലെ എപ്പോഴും ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ഇങ്ങനെ സ്മജായി പോകും. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ പൗഡർ ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇങ്ങനെ സ്മജാവുന്ന, ഓയിലി ആവുന്നതും ഓയിലി ആയിട്ട് ഈ ലൈനറൊക്കെ ഉണ്ടെങ്കിൽ കാജലൊക്കെ എഴുതി കഴിഞ്ഞാൽ സ്മജായി പോകുന്ന ആ ഒരു ഇഷ്യൂ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് മൊത്തം സ്പ്രെഡ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്നും ഇങ്ങനെ എല്ലായിടത്തേക്കും കൊടുക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് ഒന്നും അല്ല, ജസ്റ്റ് ലൈനർ എഴുതാം. മിനീസോ എന്ന് വാങ്ങിച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ലിപ് ഐലൈനർ. ആ ഓഫീസിൽ പോയിരുന്ന പണിയെടുക്കാൻ വേണ്ടിയിട്ടില്ല. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമുക്ക് ഓഫീസിൽ വെറുതെ ഇരിക്കാൻ പോവുകയാണെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് നമുക്ക് ഗുഡ് ലുക്കിംഗ് ആയിട്ടിരിക്കുന്നത് വെറുതെ ഇരിക്കുകയാണെങ്കിൽ നന്നായിട്ടിരിക്കുന്നതല്ലേ നല്ലത്. ഇത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, ബട്ട് ഇത്ര മതി. നമുക്ക് ജസ്റ്റ് സ്മോൾ പൊട്ടും. എനിക്ക് ഏത് ഔട്ട്ഫിറ്റ് ആണെങ്കിലും പൊട്ടില്ലാതെ ഒന്നുമില്ല. ഹെഡ്ലൈറ്റ് ഉണ്ട് എനിക്ക്, പക്ഷെ. സോ ഇനി നമുക്ക് ഈ ലൈനർ. സോ ദിസ് ഈസ് മാർസിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ. ഓക്കെ, എഡ്ജ് ഓഫ് ഡിസയർ ഷെയ്ഡ് 03, ബ്ലഡ് ബാത്ത് കേട്ടോ.
ഇൻസൈറ്റിൻ്റെ ലിപ് ഗ്ലോസ് ആണ് കേട്ടോ, ഷെയ്ഡ് കൊക്ക ഡിലൈറ്റ്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. ലിപ് ഗ്ലോസ് എന്നാണ് അവർ പറയുന്നത്, പക്ഷെ നല്ല പിഗ്മെന്റഡ് ആയിട്ട് ലിപ് ഗ്ലോസ് ആട്ടോ. ഞാൻ റിനിയിലെ ഈ ഒരു കാജൽ വെച്ചിട്ട് താഴെ കണ്ണിന് താഴെ നീട്ടി കൊടുക്കുന്നുണ്ട് ചുമ്മാ. മൺഡേ ഗൈസ്, ഇന്ന് മൺഡേ ഒക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വെള്ളമായിട്ട് ഫീൽ ചെയ്യുന്നു കണ്ണൊക്കെ. കാതിലൊക്കെ വെച്ചാൽ നമുക്ക് മറയ്ക്കാം. ഇത് നമുക്ക് നമ്മുടെ ജെൽ ലൈനർ എടുക്കാം. സ്വിസ് ബ്യൂട്ടിയുടെ ജെൽ ലൈനർ. ഒരു കുഞ്ഞു മിററുണ്ട്, ഇത് വെച്ചിട്ടുണ്ടാവും. നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ളതൊക്കെയാണ് കേട്ടോ, അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന. ഇഷ്ടമായി ഇത്. ഇപ്പൊ കണ്ണിന് കുറച്ച് ജീവനൊക്കെ വെച്ച് പറയും. എന്നാൽ പിന്നെ നമുക്ക് ഈ ഐബ്രോസും കൂടെ ഈ ഗ്രേ ഐബ്രോ പൗഡർ വെച്ചിട്ട് നമുക്ക് ഫിൽ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഐബ്രോ പെൻസിൽ ഫിൽ ചെയ്യാൻ ഈ പൗഡർ സംഭവമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഐബ്രോസ് ഡ്രൈ ആക്കിയിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് അത് ഇങ്ങനെ ക്രീമി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഐബ്രോസ് ഒന്ന് വൈപ്പ് ചെയ്ത് ഇവിടെ ഉള്ള എന്തെങ്കിലും ക്രീമി സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ പൗഡർ ഐബ്രോസ് യൂസ് ചെയ്യാം. നമുക്കൊരു ഇതേപോലത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതി. അത്രയുള്ള മേക്കപ്പിന് അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മേക്കപ്പ് അത്യാവശ്യം കഴിഞ്ഞു. ഇച്ചിരി ബ്ലഷ് ഇട്ടാലോ. ഇത് അവളുടെ എന്താണ് ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ബ്ലഷ് ആണ് കേട്ടോ. അതാണ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത്. കുറച്ച് ഫേസിന് വല്ലാതെ ക്ലീൻ ആയിട്ടിരിക്കുന്ന ഭാഗത്തോളൂ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? നമുക്ക് 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 മുടി കെട്ടാം. മുടി ഒന്നുമില്ല, മുടി തന്നെ കെട്ടാല്ലേ. ഞാൻ കുറച്ച് ഈ ഫ്ലാക്സി ജെൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഈ ബേബി ഹെയർസിനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. രണ്ട് വള്ളി എടുക്കുന്നു, മുന്നോട്ടെടുത്തു. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ സൺസ്ക്രീൻ സ്പ്രേ. ബാംഗ്ലൂരിലെ വെയിലത്ത് സൺസ്ക്രീൻ ഇടാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല ഗൈസ്. കയ്യിലൊക്കെ ടാൻ അടിച്ച് സീനായിരിക്കുകയാണ്. അതാണ് ഞാൻ ഈ ബോഡി സൺസ്ക്രീൻ സ്പ്രേ യൂസ് ചെയ്യുന്നത്. സോ യാ, ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ഇനി നമുക്ക് ബാഗ് ടൈമാണ്. ലാപ്ടോപ്പ് എടുത്ത് വെച്ചു, ചാർജർ എടുത്ത് വെച്ചു, മൊബൈൽ ചാർജർ. ഇത് ലഞ്ചിന് ചോറും ബീൻസ് ഉപ്പേരി കേട്ടോ. ഞാനെന്നാ പോട്ടെ, ഓഫീസിൽ പോട്ടെ. ഓക്കെ, അപ്പം ഞാൻ പോട്ടെ.